ഇന്നിതാ ഞങ്ങളുടെ ലാബിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഹാരിസ് സാറ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ മിസ്സുമാരും ടീച്ചേഴ്സുമാരൊക്കെ എത്തുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് 2 മിസ്സുമാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പ്, അത് സർവ്വസാധാരണമല്ലേ. പിന്നെ ഇത് നമ്മൾ ഫസീല മാമിൻ്റെ മോനാണ്. ടീച്ചർ കാര്യമായിട്ട് എന്തോ പരത്തുകയാണ്. കണ്ടോ, എൻ്റെ യൂട്യൂബ് ചാനലാണ്. സാറും ടീച്ചറും കൂടെ ഞാൻ മന്ദിരിക്കുകയാണെന്നുള്ളത് കൊണ്ട് ചവിട്ടിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കേൾക്കണത്. ഭയങ്കര ഡെഡിക്കേറ്റഡാണ്. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹാരിസ് സാറ് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. സാറ് വർത്തമാനം പറയണേക്കാൾ നല്ല രസമാണ്. അപ്പോൾ കേട്ടിരുന്നു. പിന്നെ ഞങ്ങളുടെ റുക്സാന മാമും റിസ്വാന മാമും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും കുറച്ച് പോർഷൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ പ്ലഡ്ജൊക്കെ ചെയ്തു. നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. ഇതാ ഞങ്ങളുടെ സ്വന്തം റജി മാം ക്ലാസ്സൊക്കെ തുടങ്ങി. എന്തായാലും ഞങ്ങൾ എന്തൊരു ക്രൂരയായ ആൾക്കാരാണ്. മിസ്സിനെ നിലത്തിരുത്തിയിട്ട് ഞങ്ങൾ മെല്ലെ ഞെളിഞ്ഞിട്ട് കസാൽമ കയറിയിരുന്നതിന്. എന്തായാലേ പിന്നെ അതിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഹാരിസ് സാറ് പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വേഗം ചാടി പോണം വിളിച്ചാടി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ക്ലാസ്സിലോട്ട് കയറി. കുറച്ച് നേരം ക്ലാസ്സൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ലഞ്ച് ബ്രേക്ക് ആയിട്ടോ. ഞങ്ങൾ ഇന്നലെ ബിരിയാണി കഴിച്ചു. ഇന്ന് ഞങ്ങളൊരു സാധാ നാടൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഫുഡൊക്കെ കഴിച്ചു. പിന്നീട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ ക്ലാസ്സിലോട്ട് തന്നെ എത്തിയിട്ടു. ഭയങ്കര ചിന്താവിശിഷ്ടയായിട്ട് ഓരോരുത്തർ സൈഡിലിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പുകളിന് ശേഷം അത് കഥാനായകൻ എഴുന്നള്ളുകയാണ്. ഇനി ആ കണ്ണട വെക്കുന്നോണ്ടാണ് ഇത് നെബ്രസ് മോളിൽ പോയിട്ട് വായിക്കൊണ്ടുവന്നത്. എന്നോട് ഞാൻ പറഞ്ഞു പോയി കണ്ണട വാങ്ങിക്കൊണ്ട. അപ്പൊ ഇനി പ്രോട്ടോകോളിന് ഇനി വെക്കുന്നില്ല. ഞാൻ പ്രോട്ടോകോളിനല്ല ഞാൻ വെക്കുന്നത്, ഞാൻ പ്രൊട്ടക്ഷൻ, കണ്ണിന് പ്രൊട്ടക്ഷൻ ആണ്. അതിന് ശേഷം മാം ഞങ്ങൾക്കൊരു ഗെയിം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമായിരുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ശബ്ദം കൊണ്ട് നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാവരുത്. ഒരു ടീമായിട്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ. പിന്നെ മാം പിന്നെയും ഞങ്ങളെ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് സിബില. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ മാം നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഈ കസരത്തൊക്കെ കാണിക്കുന്നത്. എന്തായാലും ഹാരിസ് സാറിന് ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും ഒന്ന് സ്റ്റഡിയിലേക്ക് ബാക്കപ്പ് ചെയ്യുന്നത്. അതിന് ഹാരിസ് സാറിനോടും സീസിനോടും പിന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സ്മാരിനോടും സാർമാരിനോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടായിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഇന്നും വീട്ടിലിരിക്കുന്ന ഒരാൾക്കാർ തന്നെയായിട്ട് മാറുമായിരുന്നു. എത്ര നന്ദി അറിയിച്ചാലും എന്താ പറയുക, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മിസ്സുമാരെയും സാറുമാരെയും ഒക്കെ തന്ന് ഞങ്ങളെ സീസിന് നന്ദി പറഞ്ഞിട്ട് സെക്കൻഡ് ഡേയും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം നാളെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സർപ്രൈസൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോ കാണുന്നത് വരേക്കും ബൈ ബൈ, ടാറ്റാ, സി യു. നാളത്തെ ഒരു ദിവസം കൂടെ എല്ലാവരും എന്നെ അങ്ങോട്ട് സഹിക്കുക.